നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണനെ 10ാം ദിവസവും കണ്ടെത്താനായില്ല. നാവികസേനയുടെ സ്കൂബ ഡൈവിംഗ് സംഘം തെരച്ചിൽ നിർത്തി മുതലപ്പുഴയിലേക്ക് തിരിച്ചു. മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ്, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ നാളെയും സംയുക്തമായി തെരച്ചിൽ തുടരും. ഗൗതം കൃഷ്ണയെ കാണാതായി 10ാം ദിവസമാണ് നാവികസേനയുടെ INS കൽപ്പേനി എന്ന കപ്പൽ നീണ്ടകരയിലെത്തിയത്. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് നേവി സംഘം തിരച്ചിൽ നടത്തിയത്. നീണ്ടകരയിൽ നിന്ന് 1 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ഇന്നത്തെ തിരച്ചിൽ. എന്നാൽ ഇന്നത്തെ തിരച്ചിലും ഗൗതം കൃഷ്ണയെ കണ്ടെത്താനായില്ല. വകുപ്പുകൾ തമ്മിൽ ഇപ്പോഴും ഏകോപനമില്ലെന്ന ആരോപണവുമായി ഗൗതമിന്റെ അമ്മ രേഷ്മ രംഗത്തെത്തി. കോസ്റ്റൽ സ്റ്റേഷനിൽ ചെന്നിട്ട് കപ്പലിന്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. കപ്പൽ പടിഞ്ഞാറ് വശത്ത് നമ്മൾ കണ്ടു, സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരപ്പോഴും അത് അറിഞ്ഞിട്ടില്ല. ഇനി നമുക്കെല്ലാം എത്ര തല്ലിയാലും ഞാൻ നന്നാവില്ല അമ്മാവെന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ ഗവൺമെന്റ് അടച്ചു പറയുമല്ല നമ്മുടെ ഉദ്യോഗസ്ഥരുടേത്. എന്നാൽ ഈ ആരോപണം നേവി തള്ളി. മറൈൻ എൻഫോഴ്സ്മെന്റ് ആശയവിനിമയം നടത്തിയാണ് തിരച്ചിൽ നടത്തുന്നതെന്ന് നാവികസേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പുലിമുട്ടിലെ പാറക്കെട്ടുകൾ, വാർഫ് എന്നീ ഭാഗങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള വ്യോമനിരീക്ഷണവും നാളെ തുടരും. മീഡിയ 1 കൊല്ലം.